എല്ലാവരും ഹാപ്പി ആയിരിക്കുകയാണോ? പതിവ് പോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എത്തിയിരിക്കുകയാണ്. മനോഹരമായ പാട്ടുകളും കഥകളും എല്ലാം ഉണ്ട്. കേൾക്കാൻ റെഡിയല്ലേ? നിങ്ങൾ എല്ലാ ദിവസവും കുട്ടീസ് വേൾഡ് കാണാറുണ്ടോ? മറക്കാതെ കാണണം കേട്ടോ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കുട്ടീസ് വേൾഡിൽ അറിയിക്കാൻ മറക്കരുതേ. ഇന്നും നമുക്ക് മനോഹരമായ ചില പ്രോഗ്രാം ഉണ്ട്. നമുക്ക് അതിലേക്ക് കടന്നാലോ? ആദ്യമായി മനോഹരമായ ഒരു പാട്ടാണ്. ഈ പാട്ടുമായി എത്തുന്ന ആരാണെന്ന് അറിയണ്ടേ? മനോഹരമായി പാട്ടുമായി വരുന്നു നമ്മുടെ ജെയിംസ് അങ്കിളും സാംസൺ അങ്കിളും. വെൽക്കം അങ്കിൾമാർ. എല്ലാ കൂട്ടുകാർക്കും കുട്ടീസ് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ എല്ലാവരും സന്തോഷമാണ് വിശ്വസിക്കുകയാണ്. നമ്മുടെ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ ഒരുമിച്ച് കാണാൻ ദൈവം സഹായിച്ചുവല്ലോ. കഴിഞ്ഞ എപ്പിസോഡൊക്കെ സാർ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ എപ്പിസോഡുകളായിരുന്നു. ഞാൻ കണ്ടിരുന്നു. നിങ്ങൾ കണ്ടിരുന്നോ? നമ്മുടെ കൂട്ടുകാരെല്ലാം സ്ഥിരമായിട്ട് കാണുന്നതാണ്. വീഡിയോ എടുത്ത് അയച്ചു തരുന്നത്. അതെ, തീർച്ചയായിട്ടും എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മൾ മറ്റൊരു എപ്പിസോഡിലേക്ക് ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു പാട്ട് പഠിക്കാനാണ് പോകുന്നത്. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത സാർ എന്താണെന്ന് പറയാമോ? സാറേ, ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത നമ്മുടെ ലൈഫിലെ ഒരു ലക്ഷ്യത്തെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. ലക്ഷ്യം, അതെ, ലക്ഷ്യത്തെ കുറിച്ചാണ് നമ്മൾ ഈ പാട്ട് പഠിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ലക്ഷ്യം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങൾ വെച്ചുണ്ട്. ലക്ഷ്യങ്ങളുണ്ട്. നിങ്ങളുടെ ഒക്കെ എന്തൊക്കെ ആയിരിക്കും ലക്ഷ്യങ്ങൾ? ചിലർക്കൊക്കെ പറയാറുണ്ട് പഠിച്ചു വലിയ ആളാകണം. വലിയ ആളാ മീൻസ് നല്ല ജോലി വേണം. ജോലിയുള്ള ആളാകണം. പിന്നെ എന്തൊക്കെ ജോലി ആയിരിക്കും? ചിലർ പറയും ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, മിലിറ്ററി ഓഫീസർ ആകണം, IAS ആകണം, IPS ആകണം, പിന്നെ എനിക്ക് ഫ്ലൈ ചെയ്യണം. പിന്നെ ഒത്തിരി ഡ്രീംസുകളുണ്ട്. പക്ഷെ നമ്മുടെ ഒക്കെ ലക്ഷ്യത്തിൽ, നമ്മുടെ ഒക്കെ ആ ഒരു എയിമിൽ നമുക്ക് എത്താൻ സാധിക്കുമോ? പലപ്പോഴും പല കൂട്ടുകാരും ചെറുപ്പത്തിൽ പറയാറുണ്ട്, എനിക്ക് ഒത്തിരി ലക്ഷ്യം നേടണം, എന്റെ ഡ്രീം ഇതാണ്. പലപ്പോഴും എത്തിച്ചേരാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നും ഈ പാട്ടിൽ കൂടി പഠിക്കണം. അപ്പോൾ ദൈവത്തെ അറിയുന്ന യേശുപ്പച്ചന്റെ മക്കളാകുന്ന നമ്മുടെ ലക്ഷ്യം എന്താണ്? ആത്മീയമായി നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. നമുക്ക് സ്വർഗത്തിലേക്ക് പോകണം. നരകത്തിൽ പോകണം? വേണ്ട, സ്വർഗത്തിൽ പോകണം. നരകത്തിൽ പോകണോ? എനിക്ക് പോകണ്ട. വേണ്ട, എനിക്ക് പോകണ്ട. നമുക്കോ സ്വർഗത്തിൽ എന്ത് ചെയ്യണം? പോകണം. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾ ഈ പാട്ടിലേക്ക് പോകുന്നു. പാട്ടിന്റെ വരികൾ എന്തൊക്കെയാ സാർ ഒന്ന് പറയാമോ? സാർ, നമുക്കൊന്ന് പാടി കേൾപ്പിച്ചാലോ? പാടി കേൾപ്പിക്കാം. അതാണ് പാടി കേൾപ്പിക്കാൻ ഒരുമിച്ച് പഠിക്കും. നമ്മൾ ഒരുമിച്ച് പാട്ടിലേക്ക് പോകുന്നു. റെഡി? 1 2 3 സ്റ്റാർട്ട്. നടന്ന് നന്നായി പോകണം, ഓടി 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 ഒന്നാമനാകണം, ചിറകടിച്ചു ഉയരെ പറക്കണം, പറന്ന് യേശുവിനെ കാണണം. സൂപ്പർ, അടിപൊളി പാട്ടാണ്. ബാക്കി പാട്ടുകളുണ്ട് സാർ. ബാക്കിയുണ്ട്. അപ്പോ നമ്മുടെ കൂട്ടുകാർ പാട്ടും കണ്ട് ആക്ഷനും കണ്ട് പഠിച്ചിട്ട് വേഗം മടങ്ങി വരും. യെസ്. Reaching to God, what is a God? Reaching to God. Let's go, let's go, let's go, 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 go. Let's go, let's go, let's go, 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 go. ഏതാണു നമ്മുടെ ലക്ഷ്യം? സ്വർഗരാജ്യം നമ്മുടെ ലക്ഷ്യം. ഏതാണു നമ്മുടെ ലക്ഷ്യം? സ്വർഗരാജ്യം നമ്മുടെ ലക്ഷ്യം. കർത്താവ് നമ്മോട് പറഞ്ഞു, സ്വർഗരാജ്യ പൈതങ്ങൾക്കുള്ളത്. കർത്താവ് നമ്മോട് പറഞ്ഞു, സ്വർഗരാജ്യ പൈതങ്ങൾക്കുള്ളത്. നടന്നു നന്നായി പോകണം, ഓടി 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 ഒന്നാമനാകണം, ചിറകടിച്ചു
സൂപ്പർ, അടിപൊളി പാട്ടായിരുന്നു. വളരെ മനോഹരമാണ് അല്ലേ? സൂപ്പർ പാട്ട് എന്നാൽ പാടിയത് ഇങ്ങനെയായിരുന്നു. നടന്ന് നമുക്ക് ഒന്നായിട്ട് പോകണം, ഓടി 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 ഒന്നാമനാകണം. രണ്ടാമനാകട്ടെ, വേണ്ട, ഒന്നാമൻ തന്നെ ആകണം. ഒന്നാമൻ തന്നെയാകണം. പിന്നെ അടുത്ത ചിറകടിച്ച് ഉയരെ പറക്കണം. ഉയരെ നമ്മൾ പറക്കണം. പിന്നെ പറന്ന് യേശുവിനെ കാണണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം. ഞാൻ ചെറിയൊരു കഥ പറയാം, കൂട്ടുകാരെ ശ്രദ്ധിക്കുക. പണ്ടൊരിക്കലും ഒരു പുലിയുടെ പുലി എന്തൊക്കെയാ കഴിക്കുന്നത്? പുലി തന്നെ, ചക്ക, മാങ്ങ. അങ്ങനെയല്ല, അത് നമ്മുടെ വീട്ടിലെ പുലി. കൂട്ടുകാരെ, ഈ പുലി എന്തൊക്കെയാ ഭക്ഷിക്കുന്നത്? കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ എന്ത് ചെയ്യും? ആക്രമിച്ച് കീഴ്പ്പെടുത്തി അതിന്റെ മാംസം ഭക്ഷിക്കും. ശ്രദ്ധിക്കുക, ഈ പുലി ഒരു ദിവസം ഒരു മുയലിനെ ടാർഗറ്റ് ചെയ്തു. നല്ല വലിപ്പമുള്ള, ഓടാൻ കഴിവുള്ള, ആരോഗ്യമുള്ള ഒരു മുയലിനെ എന്ത് ചെയ്തു? ഈ പുലി ടാർഗറ്റ് ചെയ്തു. എന്നിട്ട് മുയൽ ഇങ്ങനെ വന്ന വഴിക്ക് പുലി പതുക്കെ ഒറ്റ ചാടിയപ്പോ എന്ത് ചെയ്തു? മുയൽ ഒറ്റ ഓട്ടം, പുറകേന്ന് പുലി ഓടി 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 ഓടി. പക്ഷെ പുലിക്ക് ആ മുയലിനെ കിട്ടിയില്ല. വളരെ വിഷമിച്ച് ദുഃഖിച്ച് വീട്ടിൽ വന്നു. പിറ്റേ ദിവസം അതേ സ്ഥലത്ത് പോയിരുന്നു. മുയൽ വന്നപ്പോൾ ഈ പുലി എന്ത് ചെയ്തു? വീണ്ടും ഓടിച്ച് അന്നും ഈ പുലിക്ക് മുയലെ മിസ്സായി. അപ്പോൾ അന്നും പരാജയം. എന്ത് ചെയ്യുമായിരിക്കും സാറേ? ഇന്നത്തെ നമ്മുടെ തലമുറകളാണെങ്കിൽ നേരെ പോകുന്നു സൂയിസൈഡ്. അല്ല, അങ്ങനെയാണോ? അതെ, അങ്ങനെയാണോ? നിങ്ങൾ അങ്ങനെയാണോ? അല്ല 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 അല്ലേ, നിങ്ങളുടെ കാര്യമല്ല. ചിലരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പരാജയം സംഭവിക്കുമ്പോൾ അയ്യോ എനിക്കിനി ജീവിക്കണ്ട എന്നൊക്കെ പലപ്പോഴും ചിന്തിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. പക്ഷെ ഈ 3 ദിവസം പുലി എന്ത് ചെയ്യും? വീണ്ടും ഓടിച്ച് അന്നും കിട്ടിയില്ല. ഈ പുലി പറയോ, ഇത്രയും ദിവസം ഞാൻ ഓടിച്ചു, എന്നാ പിന്നെ എന്ത് ചെയ്യാം? ചത്തുകളെ ഞാൻ ചിന്തിക്കോ? ഇല്ല, ഈ പുലി വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും പരിശ്രമിക്കും. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലും പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ ഒരിക്കലും പിന്മാറിപ്പോകരുത്. നമ്മൾ മറിച്ച് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ വീണ്ടും പരിശ്രമിക്കുന്നവരായി തീരണം. സാറേ, നമ്മൾ പാടിയതുപോലെ എന്തായിരുന്നു? നമുക്ക് ചിറകടിച്ച് നമ്മൾ ഉയരെ പറന്ന് യേശുവിന്റെ അടുത്തേക്ക് എത്തണം. അത് ആത്മീകമായി, ഭൗതികമായി ജീവിതത്തിൽ പഠിക്കുന്നവരായി നല്ല കുട്ടികളായിട്ട് വളരുവാൻ നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ പരാജയം സംഭവിക്കാം, പക്ഷേ പരാജയം സംഭവിക്കുമ്പോൾ അത് വിജയത്തിലേക്ക് ഒരു ചവിട്ടുപടിയായിട്ട് നമ്മൾ കണ്ട് മുൻപോട്ട് പോകുവാനിടയായി തീരണം. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എനിക്ക് കളിക്കാൻ മൊബൈൽ ഇല്ല, പഠിക്കാൻ TV ഇല്ല, എനിക്ക് അതില്ല ഇതില്ലാതെ പലപ്പോഴും കംപ്ലൈന്റ് പറയുന്നുണ്ട്. പക്ഷെ കംപ്ലൈന്റ് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഡിപ്രസ്ഡ് ആയിട്ട് താണു പോകുവാൻ, നിരാശരായി പോകുവാൻ ഇടയായി തീരരുത്. നമ്മുടെ സാഹചര്യം എന്തു തന്നെയാകാം. ചിലർക്കൊക്കെ ഒത്തിരി കാശുള്ളവരാകാം, ചിലർക്ക് കാശില്ലാത്തവരാകാം, ചിലർക്ക് പഠിക്കാൻ ബുദ്ധിയുള്ളവരാകാം, പഠിത്തത്തിൽ ബുദ്ധി കുറഞ്ഞവരാകാം. പക്ഷെ എന്തു തന്നെ ആയാലും നമ്മുടെ സാഹചര്യം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി ആ കുറവുകളെ നമ്മൾ വിജയത്തിലേക്ക് എത്തുവാനുള്ള ചവിട്ടുപടികളാക്കി ദൈവം സഹായിക്കട്ടെ. മറന്നു പോകരുത്, ഈ പാട്ട് നിങ്ങൾ പഠിക്കുക, ഡാൻസ് ചെയ്യുക, എന്നിട്ട് ഇതിന്റെ വീഡിയോ എടുത്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗത്തിൽ അയച്ചു തരിക. അപ്പോ നമ്മൾ മറ്റൊരു പാട്ടുമായി അടുത്തൊരു എപ്പിസോഡ് വീണ്ടും കാണുന്നവരെ ബൈ. മനോഹരമായ പാട്ടായിരുന്നു അല്ലേ? നിങ്ങൾ നന്നായി പഠിച്ചത്. കൂട്ടുകാരെ, പാട്ട് പഠിച്ചിട്ട് കുട്ടീസ് ഡേയിലേക്ക് അയച്ചു തരണം കേട്ടോ. ഞാൻ കാത്തിരിക്കും. ഓക്കെ, ഇനി നമുക്ക് മനോഹരമായ ഒരു സ്റ്റോറിയാണ്. സ്റ്റോറി എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരുടെ മുഖത്ത് ചിരി വിടരുന്നു. ഇഷ്ടമാണല്ലേ? അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എന്താ കഥ കേട്ടാലോ? അതെ, ഇന്ന് നമുക്ക് വേണ്ടി കഥ പറയുന്നത് നമ്മുടെ കിരണങ്ങളാണ്. വെൽക്കം കിരണങ്ങൾ. ഹായ് കൂട്ടുകാരെ, കുട്ടീസ് വേൾഡിലെ എല്ലാ പ്രോഗ്രാമും നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളെല്ലാം സന്തോഷവാനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളോട് അങ്ങനൊരു ചെറിയ കഥ പറയുവാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. കഥയ്ക്ക് ശേഷം ചില ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കും. അപ്പം അതിന് ഉത്തരം പറയാൻ നമുക്ക് തീർച്ചയായും ശ്രദ്ധയോടെ ഇരുന്നെങ്കിലേ പറ്റത്തുള്ളൂ. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണോ? എത്ര പേരാ പ്രാർത്ഥിക്കാറുള്ളത്? ചിലരൊക്കെ കൈ ഉയർത്തുന്നുണ്ട്. എത്ര നേരം പ്രാർത്ഥിക്കും? 2 നേരം, 3 നേരം? ഓക്കെ, എന്താ നിങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്? നിങ്ങളുടെ ആവശ്യങ്ങളാണ്. ചിലർ പറയുന്നുണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാറുള്ളത്. ഓക്കെ, വെരി ഗുഡ്. ഒരു സ്ഥലത്ത് കുറേ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ടായിരുന്നു. എവിടെയാണെന്ന് അറിയാമോ? ഒരു അനാഥാലയത്തിൽ. മാതാപിതാക്കളില്ലാത്ത, സ്വന്തമായി ആരുമില്ലാത്ത സാധുക്കളായ കുറേ കൊച്ചുകൂട്ടുകാർ അവരൊരുമിച്ച് താമസിക്കുമ്പോൾ അവിടെ അവരെ നോക്കുവാൻ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അങ്കിളിന് അവരെ നോക്കുവാനോ അവർക്ക് ആഹാരം കൊടുക്കുവാനോ ഒക്കെ
ഒത്തിരി സമ്പത്തൊന്നുമില്ല, പക്ഷെ എല്ലാ ദിവസവും അവൻ നന്നായി പ്രാർത്ഥിക്കും. അവരുടെ പ്രാർത്ഥന ദൈവം കേട്ട് ഓരോ ദിവസവും അവർക്ക് വേണ്ടുന്ന ആഹാരവും മറ്റ് സാധനങ്ങളും വസ്തുക്കളും ഒക്കെ ദൈവം നൽകുകയായിരുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവർക്ക് കഴിപ്പാൻ ആഹാരമില്ല. വളരെ വിഷമമായി. അവരെ നോക്കുന്ന ആ അങ്കിളിന് അവരുടെ അവസ്ഥ കണ്ടിട്ട് ഒത്തിരി വിഷമമായി. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. വളരെ ഭാരത്തോടെ ആയിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കൂട്ടുകാരെ, മക്കളെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ആ അങ്കിൾ വിശ്വാസത്തോടെ അന്നും പതിവ് പോലെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുവാനുള്ള ആ പാത്രങ്ങൾ അവരുടെ മുൻപിൽ കൊടുത്തു, വിതരണം ചെയ്തു. കുഞ്ഞുങ്ങൾ പാത്രത്തിന്റെ മുൻപിൽ അവരെന്നും വന്ന് ആഹാരത്തിന് ഇരിക്കുന്നത് പോലെ ഇരുന്നു. ഭക്ഷണത്തിന് ഇരുന്നിട്ട് അവരെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ അങ്കിളിന് വളരെ വിഷമമായി. പാത്രങ്ങളിൽ പകർന്നു നൽകുവാൻ ആഹാരമില്ല, ഒന്നുമില്ല. ബിസ്ക്കറ്റോ റൊട്ടിയോ പാലോ ഒന്നും തന്നെ അവിടെ ഇരിപ്പില്ല എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചില മിനിറ്റുകൾ കഴിഞ്ഞു മുന്നിലേക്ക് പോയി കുഞ്ഞുങ്ങൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. കൂട്ടുകാരെ, ഒരു ചോദ്യം നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന, നാം പ്രാർത്ഥിക്കുന്ന യേശുപ്പച്ചൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ? ചിലരൊക്കെ പറയുന്നുണ്ട്, യേശു പ്രാർത്ഥന കേൾക്കും. നിങ്ങളുടെ പ്രാർത്ഥന യേശുപ്പച്ചൻ കേട്ടിട്ടുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. യേശുപ്പച്ചൻ എൻ്റെ പ്രാർത്ഥനയൊക്കെ കേൾക്കാറുണ്ട്, അതിന് ഉത്തരം നൽകാറുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ കൂട്ടുകാർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു കർത്താവേ, ഞങ്ങൾക്ക് ആഹാരം തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ അങ്ങളുടെ കയ്യിലാണെങ്കിൽ ആഹാരം വാങ്ങുവാനുള്ള കാശോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഈ പ്രാർത്ഥന ഇങ്ങനെ മുന്നിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അവരുടെ വാതിൽക്കൽ ഒരു മുട്ട് കേൾക്കുന്നു. അവരൊന്ന് കാതോർത്തു, പക്ഷെ പ്രാർത്ഥന നിർത്തിയില്ല. വീണ്ടും പ്രാർത്ഥന തുടരുന്നു. വീണ്ടും ആ ശബ്ദം ശക്തിയായി മുട്ടുമ്പോൾ ആ അങ്കിൾ പോയി ആ കഥ തുറക്കുമ്പോൾ 2 മനുഷ്യർ, അപരിചിതരായ, അതുവരെ കണ്ടിട്ടില്ലാത്ത 2 പേർ ആ വാതിൽക്കൽ നിൽക്കുകയാണ്. അവർ ചോദിച്ചു, എന്താണ്, ആരാണ്? വന്നവർ പറഞ്ഞു, ഞങ്ങൾ ഡയറി ഫാമിലെ ജോലിക്കാരാണ്. ഡയറി ഫാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? കന്നുകാലികൾ വളർത്തുന്ന ഫാമിലെ ജോലിക്കാർ. ചോദിച്ചു, എന്താണ് ഇവിടെ കാര്യം? അവർ പറഞ്ഞു, ഞങ്ങൾ ആ ഫാമിലെ പശുക്കളുടെ പാലുമായിട്ട് ഇത് കൊടുക്കുവാൻ വേണ്ടി സംഭരണിയിലേക്ക് അടുത്തുള്ള മിൽമ സെന്ററിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ ഞങ്ങളുടെ വാഹനം ടയർ പഞ്ചറായി. ഇനി ഞങ്ങൾക്ക് ഒത്തിരി ദൂരം യാത്ര ചെയ്താൽ അവിടെ എത്താൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇത് സന്ധ്യ ആയതുകൊണ്ട്, രാത്രി ആയതുകൊണ്ട് ഇതിപ്പോൾ സർവീസ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ നാളെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഞങ്ങളുടെ വാഹനത്തിലുള്ള ഈ പാൽ മുഴുവനും ചീത്തയാകും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഒരാൾ ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ അടുത്തൊരു അനാഥാലയം കൊണ്ട്, ഒത്തിരി കുഞ്ഞുങ്ങളുമായി ഒരു അനാഥാലയം കൊണ്ട്, അവിടെ കൊണ്ടു കൊടുത്താൽ അത് ഉപയോഗമായിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പാല് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ആ അങ്കിൾ ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് അവരുടെ സമ്മാനം അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന ആ പാൽ സ്വീകരിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് പാകം ചെയ്ത് വിളമ്പുവാൻ ഇടയായിത്തീർന്നു. ഒന്ന് ശ്രദ്ധിച്ചേ കൂട്ടുകാരെ, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി യേശുപ്പച്ചൻ ഏതു സമയവും പ്രവർത്തിക്കുന്നു. ആരാണ് ഈ മനുഷ്യൻ നിങ്ങൾക്ക് അറിയാമോ? പ്രാർത്ഥനയുടെ പ്രഭുവായി അറിയപ്പെടുന്ന, പ്രാർത്ഥിച്ച് ഒത്തിരി ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ടിട്ടുള്ള ജോർജ് പുള്ളർ എന്ന് പറയുന്ന ഒരു വലിയ മിഷണറിയാണ് ഈ അങ്കിൾ. അദ്ദേഹത്തിന്റെ ഒത്തിരി അനാഥാലയങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു അനാഥാലയത്തിലാണ് ഇപ്രകാരം ദൈവത്തിന്റെ പ്രവൃത്തി നടന്നത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന കുട്ടീസ് വേൾഡിലെ എല്ലാ കൂട്ടുകാരോടും ഞാൻ പറയുന്ന ഒരു കാര്യം, നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട് അല്ലേ? പഠിക്കുന്ന കാര്യങ്ങൾക്ക് മറ്റും നമ്മുടെ ഒത്തിരി ആവശ്യങ്ങളുണ്ട്. നമ്മൾ ആരോടാണ് ഇത് പറയുന്നത്? ചില കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് പപ്പയോടും മമ്മിയോടുമാണ്. വെരി ഗുഡ്, നല്ല കാര്യം. പക്ഷെ അതിനു മുമ്പ് യേശുപ്പച്ചനോടൊന്ന് പ്രാർത്ഥിച്ച്, യേശുപ്പച്ച, ഞങ്ങളുടെ ആവശ്യം ഇതാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. നമ്മളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ തീർച്ചയായും നമ്മുടെ പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ അത് വാങ്ങിത്തരുവാനുള്ള സാവകാശം യേശുപ്പച്ചൻ കൊടുക്കുവാൻ ഇടയായിത്തീരും. എത്ര പേര് പ്രാർത്ഥിക്കാൻ റെഡിയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, 1-2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. ആരാണ് ഈ കഥയിലെ ആ പ്രാർത്ഥിക്കുന്ന അങ്കിൾ? ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ. ആരാണ് അങ്കിളിനോടൊപ്പം പ്രാർത്ഥിക്കുവാൻ തയ്യാറായ കൂട്ടുകാർ? പ്രാർത്ഥനയിൽ ആ ദിവസം അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഭക്ഷണം എന്തായിരുന്നു? വേഗത്തിൽ കൂട്ടുകാർ ടൈപ്പ് ചെയ്യുന്നു. ആരൊക്കെയാണ്? വികാസ ശ്രദ്ധിച്ചത് നമ്മൾ ശ്രദ്ധിക്കുന്നു. അപ്പോൾ മറക്കണ്ട, പ്രാർത്ഥിക്കുക. യേശുപ്പച്ചൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമുക്ക് ഉത്തരം നൽകും. God bless you. കൂട്ടുകാർക്ക് ഇഷ്ടമായോ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല ഗുണപാഠമുള്ള കഥ അല്ലേ? ഈ കഥ
എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇനി നമുക്കൊരു ക്രാഫ്റ്റ് കണ്ടാലോ? കുട്ടീസ് പുതിയൊരു ക്ലാസ് സെഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫിഷിനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനുണ്ടാക്കാൻ നമുക്കൊരു ഷീറ്റ് പേപ്പർ ആവശ്യമാണ്. അപ്പോൾ ആദ്യം ആ പേപ്പറിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ബാക്കി വരുന്ന ഈ പീസ് കട്ട് ചെയ്ത് കളയണം. ഇപ്പം നമുക്കൊരു സ്ക്വയർ പേപ്പർ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ഫോൾഡ് കിട്ടി. ഇനി നേരെ അതിനെ തിരിച്ചൊന്നുകൂടെ മടക്കണം. എന്നിട്ട് പേപ്പറിനെ നേരെ ഹാഫായിട്ട് മടക്കുക, വീണ്ടും ഒന്നുകൂടെ മടക്കുക, എന്നിട്ട് പേപ്പറിനെ ഇങ്ങനെ നിർത്തുക. എന്നിട്ട് ഇവിടെ വരുന്ന പോർഷൻ ഈ ഫോൾഡ് സെൻറ്ററാക്കി മടക്കുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. ഇതിൻ്റെ ഈ സെൻറ്റർ ഫോൾഡിലേക്ക് ഇവിടുന്ന് ഒരു പീസ് എടുത്ത് ഇച്ചിരി നീക്കി മടക്കുക. മീനിൻ്റെ വാൽ ഉണ്ടാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഓപ്പോസിറ്റ് പീസ് അതിനെ ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് മടക്കുക. നമ്മുടെ മീനിൻ്റെ വാല് റെഡിയായി. ഇനി മീൻ നമ്മളൊരു കണ്ണ് വരച്ച് കൊടുക്കുക. നമ്മുടെ മീൻ റെഡി ആയിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാരും ഇതുപോലെ ചെയ്തിട്ട് കുട്ടീസുകളിലേക്ക് അയച്ചു തരിക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്രോഗ്രാമാ, എന്താണെന്ന് പറയാമോ? പറയൂ, വേഗം പറയൂ. ആ, ശരിയാണ് ശരിയാണ്, നിങ്ങളുടെ അഥവാ നമ്മുടെ കൂട്ടുകാരുടെ പ്രോഗ്രാം അല്ലേ? കാണാൻ റെഡിയാണോ? വേഗം റെഡി ആയിക്കോളൂ. നമ്മുടെ കുഞ്ഞിത്താരങ്ങൾ വരുന്ന സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം വെൽക്കം. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇതിലെ മനസുഖം കിട്ടാൻ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇതിലെ മനസുഖം കിട്ടാൻ മതി. ഒരു ശില്പിയായി പണിതാൽ ഒരു ശില്പിയായി പരനോടു കൂടെ വാഴാൻ പോയാൽ മതി, പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇതിലെ മനസുഖം കിട്ടാൻ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇതിലെ മനസുഖം കിട്ടാൻ മതി. ഒരിക്കൽ പാപ എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇതിലെ മനസുഖം കിട്ടാൻ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇതിലെ മനസുഖം കിട്ടാൻ മതി. Hello, how are you? May I know your name, please? My name is Johnny. Johnny, very good name. Ah, thank you. What is your name? My name is Noah. Noah? Yeah, Noah. Oh, yes, I have read about you. Oh, you read about me? That's great, amazing. Yes, I have read about you in my Bible. Oh, yeah, that's right. I'm in the Bible. I just obeyed God.
Oh, you obeyed God? Yeah, God called me once and told me to do something. I obeyed it. What you did? I just made an ark, a big ship. Oh my God, yes, I have read about the ark, a big ark. Yeah. My God. It took many days. I just built an ark so that the people in the earth and the animals can stay inside. My God, yes. How many animals were there in the ark? Oh, it's countless. All the animals, 2 pair, were inside the ark. Then what happened? Can you Okay. say about that? I can't tell you. And in my ark also there was a monkey like you. Oh yeah. Then who all are they were in the ark? I will share the story. And I'm too old, and I may forget something, but just remind me. One day God called me. Okay. Can I ask you one thing? Yeah, ask me. Do you have a family? Yeah, I have my wife, my children, and they got married. Their wives are there. Oh yes, I like it. What is their name? My wife and my children, Shem, Ham, Yafet. Oh, There- Shem, Ham, Yafet. Very good name. Not Shem. It's Then- a shame. Oh, okay. Shem, Ham, Yafet. They were so obedient children, They helped me a lot to build the ark. I'm also obedient. I don't know. You're obedient. You're a monkey. Are you an obedient monkey? Yes, I'm obedient. I'm a good child of God. There are many children watching us. Hey, are you obedient at your home? Yes, see that boy? He's also obedient. I think there are some naughty kids. Hey, don't disobey your parents. Obey them, okay? I love you. Okay, Noah, can you say who was there in the ark? Oh, I will say, one day God called me. Noah. I just said, hey, I'm here. Then God told me to build a big, huge ark. Huge ark? Yeah, I and my children and there were many others helped me to build an ark. Okay. Then what happened? Then God told me to bring all the animals inside. And I, my wife, my children, their wives also were inside the ark. Oh God, really? Yeah, many days we were inside the ark, and there were cow, elephant, lion, giraffe, monkey, and hen and chicken and everything were there inside. Noah, I was thinking, how did you had your breakfast, lunch, and dinner? That's a funny question, Adi. There were some chicken Yes. and hen. Yes. They laid the egg and I ate the egg. I like egg very much. Yeah. What do you like? Eggs? I like egg, boiled egg, sprinkled egg. I like it very All much. right, then I know there were some cows. I had the milk. Oh yes, I like milk So, very much. There is a very sad thing I want to say. What happened, I Noah? told everyone to come inside the ark, but nobody obeyed. Oh, so sad. Very heavy flood came. People in the earth all died of flood. Oh God. So how many days the flood were there? Oh, it was many days and many days we were in the ark. Okay. And after a few days, somehow we reached a mountain. Which mountain? Ararat. Oh, Ararat Mountain. Yeah, Yes, I've heard in the Bible. Yeah, that's a place, and we all got saved. And I obeyed God. That's why I'm saved. Okay, you are obedient to Noah, right? Yeah, I know nowadays many children they are not obedient. They don't read the Bible. They don't obey the word, and that's why they will all perish without Jesus. Oh yes, then you will go to hell, right? Yeah, disobedient all will go to hell. Oh God. So what we have to do, Noah? Oh, yeah, so the Bible says obedience is better than sacrifice. So you have to read the Bible, pray to God. Yeah, Yes, Noah? no, that's right. But I want to add something more. Noah, what do you want to say? If you want to live long, obey your parents Okay, and read sure. the Bible every day. Okay, Noah, sure we'll read the Bible. And you need to pray every day. You need to study well. Sure, Noah, we will do it. There is a heaven God is preparing for us. We have to reach there in heaven.
So we have to go to heaven, Noah? Yeah, are you coming with me to heaven? Yes, I like it. Can you take me along with me, Noah? But I think no monkey will be entered into heaven. Oh, so sad. Noah, but I want to come with you, Noah. I want to Yeah, come to the see heaven Jesus. is only for human beings, not for animals. But you obey God's word. Maybe sometime you can go to heaven. If not, you will go to hell. Oh, thank you, Jesus. I will listen to God and pray to God and read the Bible and become a good child of God. That's right, that's right. I know some of our friends also want to obedient, and read the Bible and really live for Jesus. If you live for Jesus, you can go to heaven. If not, you will be entered into hell. My God, hell is so hell. I don't want to go to hell. Hell is a place with a lot of fire, fire, always fire. I know nobody want to go to hell. I want to go to heaven. I too want to go to heaven. Only there's Bible says Jesus is the only way to heaven. Jesus is the only way to heaven. I know this song. Do you know, Noah? Can you sing the song? I don't know. Yes, I know the song. Can you sing? Yes. Jesus is the only way to heaven. Stop. Once again. Jesus is the only way to heaven. Everyone sing together. Jesus is the only way to heaven. Yes, Jesus is the only way to heaven. Jesus is the only way to heaven. He is the way. He is the way. He is the truth. He is the truth. He is the life. He is the light. He is the Son of God. He is the Son of God. He is the way. He is the way. He is the truth. He is the truth. He is the light. He is the light. He is the Son of God. He is the Son of La God. la 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 la. La la la. Yes. La 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 la. Yeah. La 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 la. La 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 la. Wow, I like this song very much. So I know. beautiful song. I think you know a lot of songs, That's good. Amazing. Yes, I know songs. Lot of songs. Jesus songs I know. And many of the children, they are singing the song. Jesus is the only way to heaven. That's a good song. Yes. Somebody want to ask anything? I am going. Bye-bye. Children, do you want to ask anything to Noah? Oh, nobody want to ask anything. But, we will say bye. Bye-bye. Bye-bye. Before we go, I want to say again, obedience is better than sacrifice. Oh. Better obey. Bye-bye. Bye, Noah. I want to give a sweet kiss. Come on. No. Thank you, Once Noah. again. Wow. Thank you, Noah. It is the first time I am giving a kiss to a monkey. But I love you, monkey. Wow. I love you too, Noah. Bye-bye. Bye, children. Bye. Bye. കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എല്ലാം ഇഷ്ടമായോ? നിങ്ങളെ മുഖത്തെ ചിരി കണ്ടാൽ അറിയാം എല്ലാവർക്കും ഇഷ്ടമായല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് പിരിയാൻ സമയമായി. വിഷമമാണോ? വിഷമിക്കേണ്ട. അടുത്ത ആഴ്ച ഇതേ സമയം ഞാൻ വീണ്ടും വരും. അപ്പോൾ കുട്ടീസ് വേൾഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് അയക്കാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണുവരെ. ബൈ ബൈ. നടന്നു നന്നായി പോകണം. ഓടി 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 ഒന്നാമതാവണം. ചിറകടിച്ചു ഉയരെ പറക്കണം. പറന്ന് യേശുവിനെ കാണണം. നടന്നു നന്നായി പോകണം. ഓടി 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 ഒന്നാമതാകണം. ചിറകടിച്ചു ഉയരെ പറക്കണം. പറന്ന് യേശുവിനെ കാണണം. What is a God? Reaching to God. What is a God? Reaching to God. Let's go. Let's go. Let's go. Go. Let's go. Let's go.